Nios Max Class 10 Chapter 4 Circle Circle and Related Terms. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് സർക്കിളിനെ കുറിച്ചാണ്. എന്തെല്ലാമാണ് സർക്കിളിൽ വരുന്നത്, സർക്കിളിൽ വരുന്നുള്ള പല ടേമുകൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പ്രധാനമായും ഈ ഒരു ചാപ്റ്ററിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇതാരും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയാനുള്ളൂ. നമുക്കറിയാം, ജീവിതത്തിൽ സർക്കിൾ നമുക്ക് ധാരാളം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നിടത്ത് സർക്കിളുകളുടെ ഉപകാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ടയറുകൾ സർക്കിളാണ്. റോഡുകളിൽ യാത്ര ചെയ്യുമ്പോൾ റോഡ് ബോട്ടുകൾ നമുക്ക് കാണാം, അതൊക്കെ സർക്കിളാണ്. ഇങ്ങനെ നിത്യജീവിതത്തിൽ ധാരാളം സർക്കിളുമായി നമ്മൾ ഇടപഴകുന്നുണ്ട്. അപ്പോൾ സർക്കിളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില പ്രത്യേകതകളും ഒരു പിക്ചർ സർക്കിൾ രൂപത്തിലാണെങ്കിൽ അതിന് ഉള്ള പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. സർക്കിൾ ആൻഡ് റിലേറ്റഡ് ടേംസ്. എന്താണ് സർക്കിൾ എന്ന് നോക്കാം. എ സർക്കിൾ ഈസ് എ collection of all points in a plane which are at constant distance from a fixed point in the same place. സർക്കിൾ ആണ് ധാരാളം ചെറിയ ചെറിയ പോയിന്റുകൾ ഇങ്ങനെ നിൽക്കുന്ന ഈ സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ നിരനിരയായി നിൽക്കുന്ന കുറേ പോയിന്റുകൾ ചേർന്നുള്ളതാണ് സർക്കിൾ എന്നുള്ളത്. അങ്ങനെയാണ് സർക്കിൾ രൂപപ്പെട്ടു വരുന്നത്. എന്നാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എ ലൈൻ സെഗ്മെൻറ്റ് ജോയിൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് കാൾഡ് ഇറ്റ്സ് റേഡിയസ്. സെൻറ്ററിൽ നിന്നും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് ഇപ്പോൾ O മുതൽ Q വരേക്കുള്ള ഈ ലൈനിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ദ ഇന്നർ പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് കാൾഡ് ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഏരിയക്കാണ് നമ്മൾ ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ദ ഔട്ടർ പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് കാൾഡ് എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ. ഇതിൻ്റെ പുറത്തുള്ള ഭാഗത്തെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു പോയിൻറ്റ്സ് ഓഫ് എ സർക്കിൾ ഈസ് കാൾഡ് കോഡ്. ഒരു രണ്ട് പോയിന്റുകൾ ബന്ധിപ്പിക്കുന്ന ഒരു ലൈനിനെ നമ്മൾ കോഡ് എന്ന് പറയും. ഇപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്ന ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു പോയിന്റുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു ലൈനിനെയാണ് കോഡ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു പോയിൻറ്റ്സ് ഓഫ് എ സർക്കിൾ ഈസ് കാൾഡ് കോഡ്. എ കോഡ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കാൾഡ് ഇറ്റ്സ് ഡയമീറ്റർ. ഈ കടന്നു പോകുന്ന കോഡ് സെൻട്രൽ പോയിന്റിലൂടെ ടച്ച് ചെയ്തിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മളതിനെ ഡയാമീറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഉള്ളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയ ലൈൻ സെഗ്മെൻറ്റ് എന്ന് കോഡ് എന്ന് പറഞ്ഞാൽ അത് ഡയാമീറ്റർ ആയിരിക്കും. ഓക്കെ, സെൻട്രലിലൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ഡയാമീറ്റർ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡയാമീറ്റർ ഇസ് ദ ലോങ്ങസ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ. നമ്മൾ പറഞ്ഞതുപോലെ സർക്കിളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ് ഡയാമീറ്റർ ആയിരിക്കും. എ പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് കാൾഡ് ആൻ ആർക്ക്. ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗത്തെ ഒരു പാർട്ടിനെ നമ്മൾ ആർക്ക് എന്നാണ് വിളിക്കുന്നത്. A diameter of a circle divides a circle into two equal arcs. Each of the following is known as a semicircle. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് എ സർക്കിൾ, ഈ സർക്കിളിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഒരു ഇതിനെ നമ്മൾ ആർക്ക് എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു ഡയാമീറ്റർ ഡിവൈഡ്സ് എ സർക്കിൾ ഇൻറ്റു ഈക്വൽ പാർട്ട്. ഈ ഡയാമീറ്റർ ഒരു സർക്കിളിനെ ഈക്വൽ രണ്ട് ഭാഗമായി തരംതിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഭാഗത്തിന് നമ്മൾ സെമി സർക്കിൾ എന്നാണ് പറയുന്നത്. രണ്ട് സെമി സർക്കിളുകളാണ് ഇതിലുള്ളത്. പിന്നെ സെക്ടർ എന്നാണ് ദ റീജിയൻ ഈസ് ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ആൻഡ് ടു റേഡി ആൻഡ് അറ്റ് ഇറ്റ്സ് എൻഡ് പോയിന്റ് ഈസ് കാൾഡ് എ സെക്ടർ. ഇത് നമ്മൾ സെമി സർക്കിൾ എന്ന് പറഞ്ഞു. ഈ ഒരു കോഡ് സെക്ടർ എന്ന് പറയുന്നത് റീജിയൻ ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ആൻഡ് ടു റേഡിയ ഇറ്റ്സ് എൻഡ് പോയിന്റ് ഈസ് കാൾഡ് സെക്ടർ. രണ്ട് റേഡിയസ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഇത് ഒരു ഇമേജ് നോക്കിയാൽ O മുതൽ Q എന്നുള്ള ഒരു റേഡിയസും O മുതൽ P എന്നുള്ള റേഡിയസും ഉണ്ട്. രണ്ട് റേഡിയസിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്.
ഈ റേഡിയം ബൗണ്ടഡ് ബൈ എൻ ആർക്ക് ഓഫ് എ സർക്കിൾ ആൻഡ് ടു റേഡിയ അറ്റ് ഇറ്റ്സ് എൻഡ് പോയിന്റ് ഈസ് കാൾഡ് സെക്ടർ. അപ്പോൾ ഈ ഒരു ഏരിയക്കാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. രണ്ട് റേഡിയസിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഏരിയക്ക് സെഗ്മെൻറ്റ് സെക്ടർ എന്ന് പറയും. എ കോഡ് ഡിവൈഡ്സ് ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ ഇൻറ്റു ടു പാർട്സ്. നമ്മൾ പറഞ്ഞു ഡയമീറ്ററാണ് ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ്, ഇത് രണ്ട് ഭാഗമായി തരംതിരിക്കുന്നു എന്നും പറഞ്ഞു. ആൻഡ് ഈച്ച് ഓഫ് വിച്ച് ഈസ് കാൾഡ് എ സിഗ്മെൻറ്റ്. ഇതിൻ്റെ ഓരോ ഏരിയക്കും നമ്മൾ സിഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് റേഡിയസ് ആണ്. ഇനി ഇതൊരു കോഡായിട്ട് വരികയാണെങ്കിൽ ഇവിടെ രണ്ട് കോഡുകൾ ഈ ടി മുതൽ ക്യൂ വരേക്കും നമ്മളൊരു ലൈൻ വരച്ചു. അപ്പോൾ ഒരു ഭാഗത്തിന് ഒരു സിഗ്മെൻറ്റ് എന്നും മറ്റേ ഭാഗത്തിന് മറ്റൊരു സിഗ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ദ ലെങ്ത് ഓഫ് ദ ബൗണ്ടറി ഓഫ് എ സർക്കിൾ ഈസ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ബൗണ്ടറിക്ക് നമ്മൾ ബൗണ്ടറിക്ക് നമ്മൾ പറയുന്ന പേരാണ് സർക്കംഫറൻസ് ചെയ്ത് ചുറ്റളവ് എന്നുള്ളത്. ദ റേഷ്യോ ഓഫ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ടു ഇറ്റ്സ് ഡയാമീറ്റർ ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. ഒരു സർക്കിളും അതിൻ്റെ ഡയാമീറ്ററും എപ്പോഴും ഒരേ റേഷ്യോയിലായിരിക്കും പോവുക. ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് യൂണിവേഴ്സലി ഡിനോട്ടഡ് ബൈ ദി ഗ്രീക്ക് ലെറ്റർ പൈ. പൈ എന്നുള്ള ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സർക്കംഫറൻസും ഡയാമീറ്ററും തമ്മിലുള്ള റേഷ്യോയെ സൂചിപ്പിക്കുന്നതാണ് പൈ എന്നുള്ള ടൈം. നമുക്കറിയാം 22/7 ആണ്. 3.14 രണ്ടും പറയാറുണ്ട്. ഇനി മൈനർ ആർക്ക് ആൻഡ് മേജർ ആർക്ക്. ദ ആർക്ക് ഓഫ് എ സർക്കിൾ whose length is less than that of a circle, the same circle is called minor arc. സെമി സർക്കിളിനേക്കാളും ചെറിയ സർക്കിളിനെ നമ്മൾ മൈനർ ആർക്ക് എന്നും സെമി സർക്കിളിനേക്കാളും വലിയ ഇതിനെ നമ്മൾ മേജർ ആർക്ക് എന്നും വിളിക്കാം. ആർക്ക് ഓഫ് എ സർക്കിൾ whose length is greater than that of a semi circle of the same circle is called a major arc. ഒരു സർക്കിളിൻ്റെ സെമി സർക്കിളിനേക്കാളും വലിയ ആർക്കിനെ നമ്മൾ മേജർ ആർക്ക് എന്നും സെമി സർക്കിളിനേക്കാളും ചെറിയ ആർക്കിനെ നമ്മൾ മൈനർ ആർക്ക് എന്നുമാണ് പറയുന്നത്. ഇനി കോൺസെൻട്രിക് സർക്കിൾസ്. സർക്കിൾസ് ഹാവിങ് ദ സെയിം സെൻറ്റർ ബട്ട് ഡിഫറെൻ്റ് റേഡി ആർ കാൾഡ് കോൺസെൻട്രിക് സർക്കിൾസ്. ഒരു സർക്കിളിന് വ്യത്യസ്ത റേഡിയസ് ആണുള്ളത്. അതാണ് ഇവിടെ നോക്കിയാൽ ഈ സർക്കിളിൻ്റെ ഓരോന്നിനുള്ള റേഡിയസിൻ്റെ വലിപ്പം വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള പിന്നെ സെയിം സെൻറ്ററാണ് എല്ലാ സർക്കിളിനുള്ളത്, പക്ഷേ എല്ലാത്തിൻ്റെയും റേഡിയസിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള സർക്കിളുകൾക്ക് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി കോൺഗ്രുവന്റ് സർക്കിൾ ഓർ ആർക്സ് എന്ന് പറഞ്ഞാൽ two circles or arcs are said to be congruent if we can superimpose one over the other such that they over each other completely. നമുക്ക് കോൺഗ്രുവൻ്റ് ഓഫ് സർക്കിൾ പിന്നെ അല്ലെങ്കിൽ രണ്ട് ആർക്കുകൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് സർക്കിളുകൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു സർക്കിളിന് മുകളിൽ കൃത്യമായിട്ട് മറ്റൊരു സർക്കിൾ നമുക്ക് വെക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ കോൺഗ്രുവൻ്റ് സർക്കിൾ എന്ന് പറയും. Two arcs of a circle are congruent if and only if the angles subtended by the same at the center are equal. രണ്ട് ആർക്കുകൾ എപ്പോഴും നമ്മൾ കോൺഗ്രുവൻ്റ് എന്ന് പറയില്ല എപ്പോഴാണ് അതിൻ്റെ ആംഗിളുകൾ സബ്സ്റ്റെൻഡഡ് ബൈ ദം അറ്റ് ദ സെൻറ്റർ ആർ ഈക്വൽ. അതിൻ്റെ ഈ സെൻറ്ററിൽ രൂപപ്പെട്ട ആംഗിളുകൾ എപ്പോഴും ഈക്വൽ ആണെങ്കിലേ നമ്മൾ രണ്ട് ആർക്കുകൾ എപ്പോഴും ഈക്വൽ ആണെന്ന് പറയുകയുള്ളൂ. ഉദാഹരണം ഇവിടെ നമുക്കറിയാം രണ്ട് ആംഗിളുകൾ പരസ്പരം ഈക്വലാണ്. ഈ കോൺഗ്രുവൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ രണ്ട് ആംഗിളുകൾ സെൻട്രൽ ഈ രണ്ട് ആംഗിളുകൾ പരസ്പരം ഈക്വൽ ആയിരിക്കണം. Two arcs of a circle are congruent if and only if their corresponding chords are equal. ഈ രണ്ട് കോഡുകളും ഈക്വൽ ആണെങ്കിലേ നമുക്ക് ഈ ആർക്ക് ഈക്വൽ ആണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇവിടെ രൂപപ്പെട്ട ഈ ഒരു ആർക്ക് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഈ രണ്ട് കോഡുകളും ഈക്വൽ ആയിരിക്കണം. കോഡുകൾ ഈക്വൽ ആയാലേ ആർക്ക് ഈക്വൽ ആവുള്ളൂ. ആർക്ക് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ കോഡുകൾ എന്തായാലും ഈക്വൽ ആവുന്നതാണ്. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്സ്റ്റെൻഡ് ഈക്വൽ ആംഗിൾസ് at the center and conversely if the angles subtended by the chords at the center of a circle are equal then the chords are equal. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് കോഡുകൾ പരസ്പരം ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കോഡുകളും ഈക്വൽ ആയിരിക്കും. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്സ്റ്റെൻഡ് ഈക്വൽ ആംഗിൾസ്. ഈക്വൽ കോഡ് രണ്ട് ഈക്വലായ കോഡുകൾ ഈക്വൽ ആംഗിളുകളെ ഉണ്ടാക്കുന്നു. അതുപോലെ the angle subtended by the chords at the center of the circle
are equal, then the chords are equal. The perpendicular drawn from the center of a circle to a chord bisect the chord. ഈ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു കോഡിലേക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ കൃത്യമായും അത് ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നതാണ്. ഒരു കോഡിലേക്ക് നമ്മൾ ഈ സർക്കിളിൽ നിന്ന് എവിടേക്ക് ഏത് കോഡിലേക്കും നമ്മൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് ആ പെർപെൻഡിക്കുലർ ലൈനിന് വരച്ച് കഴിഞ്ഞാൽ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നതാണ്. The line joining center of a circle to the midpoint of a chord is perpendicular to the chord. സെൻറ്ററിൽ നിന്നും ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും മിഡ് പോയിൻ്റ് ഓഫ് എ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു മിഡ് പോയിൻ്റ്. കോഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. സെൻറ്ററിൽ നിന്നും ഒരു കോഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. There is only one circle passing through three non-collinear points. 3 non collinear പോയിന്റുകളിലൂടെ 3 collinear ആണ് ഒരേ ലൈനിൽ നിൽക്കുന്നത്. non collinear ആണ് ഒരേ ലൈനിൽ നിൽക്കാത്തതിനെയാണ് നമ്മൾ non collinear പറയുന്നത്. അപ്പോൾ non collinear ആയ 3 പോയിന്റിലൂടെ കടന്നു പോകുന്നത് ഒറ്റ സർക്കിൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 3 പോയിന്റും ടച്ച് ചെയ്യിപ്പിച്ച് നമുക്ക് ഇനി വേറൊരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ. ഈ രണ്ട് കോഡുകളും പരസ്പരം ഈക്വൽ ആണെങ്കിൽ അത് ഈ രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. കോഡ്സ് ദാറ്റ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ റിവേഴ്സാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതോടുകൂടി ചാപ്റ്റർ പറയാനുള്ള കാര്യങ്ങളൊക്കെ തീർന്നു. സർക്കിളിൻ്റെ വിവിധ വിശേഷങ്ങളാണ്, ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സുമാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.